പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് കൃപയും സമാധാനവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പൈശാചിക ശക്തികളുടെ മേലുള്ള അധികാരത്തെക്കുറിച്ചാണ്. പിശാചിൻ്റെ മേലുള്ള അധികാരം. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ തിരുവചന ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ നിരവധിയായ പൈശാചിക പീഡകളിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. ഈ വചനങ്ങൾ കേൾക്കുന്നവർ, ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നവർ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് പിശാചിനെ കീഴ്പ്പെടുത്തി ജീവിതത്തിൽ സന്തോഷിക്കുവാനും ഇടവരുത്തണമേ. പൈശാചിക പീഡയുള്ള വ്യക്തികൾ, പൈശാചിക പീഡകളുള്ള കുടുംബങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എല്ലാ അന്ധകാര ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ തിരുവള്ളമാകണമേ. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതം. യേശുക്രിസ്തു പഠിപ്പിച്ചു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും, എല്ലാ കാര്യങ്ങളുടെ മേലുള്ള എല്ലാ അധികാരവും യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് യേശുക്രിസ്തു തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ പഠിപ്പിച്ചു. ഈ അധികാരം യേശുക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാർക്ക് പകർന്നു നൽകി. തൻ്റെ അപ്പോസ്തലന്മാർക്ക് പകർന്നു നൽകിയ അധികാരങ്ങളിൽ ശ്രേഷ്ഠമായ ഒരധികാരമാണ് പിശാചിൻ്റെ മേലുള്ള അധികാരം. പ്രൈസ് ദി ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യം. അവൻ തൻ്റെ 12 പേരെയും അടുത്ത് വിളിച്ച് പിശാചിൻ്റെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് പിശാചിൻ്റെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു, അനേകം പിശാചുകളെ പുറത്താക്കി. ശിഷ്യന്മാർ പുറപ്പെട്ട് അനേകം പിശാചുകളെ പുറത്താക്കി. യേശുക്രിസ്തു അധികാരം കൊടുത്തു, ശിഷ്യന്മാർ അധികാരം ഉപയോഗിച്ചു, അനേകം പിശാചുകളെ പുറത്താക്കി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമക്കളുടെ സന്തോഷത്തിനും സമാധാനത്തിനും പൈശാചിക പീഡകളിൽ നിന്ന് വിടുതൽ അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് 2006 ഫെബ്രുവരി മാസം അവസാനത്തെ ആഴ്ചയിൽ ഈ ധ്യാനകേന്ദ്രത്തിൽ ഒരു ദൈവ പൈതൽ ധ്യാനിക്കാൻ വന്നു. അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ പൈശാചികമായ ഒരു രൂപഭാവങ്ങളാണ്. ഭയങ്കരമായ ക്രൂരത, ഭയങ്കരമായ മുഖവ്യത്യാസങ്ങൾ. അവൻ ധ്യാനത്തിലിരിക്കുമ്പോൾ അവൻ ധ്യാനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവന് കോപം, കലി, ധ്യാനത്തിലൊന്നും മനസ്സിലാകുന്നില്ല. ഭയങ്കരമായ വെറുപ്പ്, അസ്വസ്ഥത, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ വിളിക്കാൻ പറ്റുന്നില്ല, പാട്ടുപാടാൻ പറ്റുന്നില്ല. അവൻ അസ്വസ്ഥനായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചു. അവൻ പറഞ്ഞു, ദിവസം 60-70 എണ്ണമെങ്കിലും ബീഡിയും സിസറും എനിക്ക് വേണം. ദിവസം 60-70 എണ്ണം ബീഡിയും സിസറുമായിട്ട് ഞാൻ വലിച്ചു തള്ളും. കഞ്ചാവ് എനിക്കൊരു പൊതി വേണം, ദിവസവും വേണം. പാൻപരാഗ്, ഹാൻസ്, അതുപോലുള്ള പാക്കറ്റ് ഐറ്റംസ് ഒരുപാടെണ്ണം എനിക്ക് വേണം. അങ്ങനെ ഒരുപാട് പാപത്തിൻ്റെ ഒരു കൂടാരമായിട്ട് അവൻ ഈ ആലയത്തിൽ വന്നിരിക്കുകയാണ്. അവൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, സന്ധ്യാപ്രാർത്ഥനയില്ല, കൂദാശ ജീവിതങ്ങളില്ല, പരിഹാസം, പുച്ഛം, നിന്ദ, ദൈവനിഷേധം, തോന്യാസം, അങ്ങനത്തെ ഒരു ജീവിതം. അവൻ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഇരുന്നിട്ടൊന്നും അവനൊരു അനുഭവം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസം പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ ആരാധനയുടെ സമയത്ത് നടത്തി. അങ്ങനെ ദുർപീഡകളെയും പൈശാചിക പീഡകളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന സമയത്ത് ഈ ദൈവപൈതൽ പറയുകയാണ്, ഇവൻ്റെ മേൽ എന്തോ ഒരു ശക്തി വന്ന് അടിക്കുന്നതായ അനുഭവം ഉണ്ടായി. ഇവൻ്റെ ശരീരം മരച്ചുപോയി. ഏതാനും നിമിഷങ്ങളിൽ, കുറച്ച് നേരത്തേക്ക് ഇവൻ്റെ ശരീരം മരച്ചുപോയി. അങ്ങനെ മരച്ചിരിക്കുന്ന സമയത്ത് ഇവൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു ശക്തി ഇറങ്ങിപ്പോകുന്നതായി ഇവൻ കണ്ടു. എന്തോ ഒരു ശക്തി ഇറങ്ങിപ്പോകുന്നതായി ഇവൻ അനുഭവപ്പെട്ടു. അവൻ പറഞ്ഞു, ഇവൻ്റെ ശരീരത്തിൻ്റെ ഭാരം പോയി, ഇവൻ്റെ ശരീരം പഞ്ഞി പോലെയായി. ആ ആരാധന സമയത്ത് ആത്മാവിൻ്റെ പ്രവർത്തനം ഇവനുണ്ടായി. ഏതായാലും ആരാധന കഴിഞ്ഞു, ധ്യാനം തീർന്നു, വീട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം അവസാനത്തെ ആഴ്ച അവൻ വീണ്ടും ഈ സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നു. അവൻ പറഞ്ഞു, അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ മദ്യപിക്കണം തോന്നണില്ല, പുകവലിക്കണം തോന്നണില്ല, കഞ്ചാവ് വലിക്കണം തോന്നണില്ല, പാൻപരാഗ് ഉപയോഗിക്കണം തോന്നണില്ല, ഒരു തിന്മ പ്രവർത്തിക്കും അവന് തോന്നുന്നില്ല. അവന് ദേവാലയത്തിൽ പോകണം, അവന് പ്രാർത്ഥിക്കണം, അവന് വചനം കേൾക്കണം, ദൈവത്തെ ആരാധിക്കണം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടണം. ഇങ്ങനെയുള്ള ആത്മീയ ആഗ്രഹങ്ങൾ കൊണ്ട് അവൻ നിറഞ്ഞിരിക്കുകയാണ്. പൈശാചിക ആഗ്രഹങ്ങൾ അവനിൽ നിന്ന് വിട്ടുപോയി, ദൈവാത്മ ആഗ്രഹങ്ങൾ അവനിൽ വേരുപാകി. അവൻ ഓഗസ്റ്റ് മാസത്തിൽ സഗിയോൻ ധ്യാനത്തിൽ തിരിച്ചു വന്ന് പറഞ്ഞ വലിയ ഒരു രഹസ്യമുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ ധ്യാനം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കഞ്ചാവും പുകവലിയൊക്കെ നടത്തിയിരുന്ന വ്യക്തിയാണെന്ന് അവൻ ഓർമ്മ വരുന്നത്. അതുപോലെയുള്ളൊരു വിടുതൽ അവൻ്റെ ജീവിതത്തിലുണ്ടായി. അവനിൽ നിന്ന് പൈശാചിക പീഡകൾ വിട്ടുപോയപ്പോൾ
പാപദുരാത്മാക്കൾ അവനിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവന് സുബോധം ഉണ്ടായി. ഇപ്പോൾ അവൻ ആഗ്രഹമുണ്ട്, എനിക്ക് ദേവാലയത്തിൽ പോകണം, കുർബാനയ്ക്ക് കൂടണം, കുർബാന സ്വീകരിക്കണം, കുമ്പസാരിക്കണം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകണം, ബൈബിൾ വായിക്കണം, ധ്യാനം കൂടണം. അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ ആഗ്രഹങ്ങൾ, ആത്മീയ ആഗ്രഹങ്ങൾ ജനിച്ചു, ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് തരത്തിലുള്ള ദുരാത്മ പീഡകളുണ്ട്, പൈശാചിക പീഡകളുണ്ട്, നാരകീയ ശക്തികളുടെ ഉപദ്രവങ്ങൾ, ശല്യങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹോസിയയുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം: തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല, കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. വ്യഭിചാരം ചെയ്യുന്നവരിൽ വ്യഭിചാരത്തിൻ്റെ ദുർബോധം കുടികൊള്ളുന്നു. മദ്യപിക്കുന്നവരിൽ മദ്യപിശാച് കുടികൊള്ളുന്നു. നുണ പറയുന്നവരിൽ നുണയുടെ ദുരാത്മാവ് കുടികൊള്ളുന്നു. പലതരത്തിലുള്ള സാഹചര്യങ്ങളിലിരിക്കുന്ന ഓരോ വ്യക്തികളിലും ഓരോ തരത്തിലുള്ള തകർച്ചയുടെയും പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും കഷ്ടതയുടെയും ഓരോ തരത്തിലുള്ള പരാജയത്തിൻ്റെയുമായ സ്വാധീനങ്ങൾ വേരുറപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് പലതരത്തിലുള്ള വ്യതകളാൽ കഷ്ടപ്പെടുകയാണ്. പൈശാചിക പീഡ അനേകർക്ക് ദുഃഖത്തിന് കാരണമാകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 10 വർഷങ്ങളിലെ ധ്യാന ശുശ്രൂഷകളിലൂടെ അച്ഛന് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവജനത്തിൻ്റെ കണ്ണുനീരിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖല പൈശാചിക പീഡകളാണ്. രോഗപീഡകളുണ്ട്, മറ്റ് അനേക തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളുണ്ട്. എന്നാൽ പൈശാചിക പീഡകൾ നിമിത്തമുള്ള വേദനകളും കണ്ണുനീരും ദൈവജനത്തിൻ്റെ മേലുണ്ട്. അനേകർക്ക് അറിഞ്ഞുകൂടാ എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്താണ് ഇതിനൊരു പ്രതിവിധി. ഇങ്ങനെ ഇടയനില്ലാതെ അലയുന്ന ജനത്തെ കണ്ടപ്പോൾ യേശുക്രിസ്തു അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങൾ പോയി മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക, നിങ്ങൾ പോയി രോഗികളെ സുഖപ്പെടുത്തുക, നിങ്ങൾ പോയി പിശാചുകളെ പുറത്താക്കുക. സുവിശേഷം പ്രസംഗിക്കുന്നതിനൊപ്പം അപ്പോസ്തലന്മാർക്ക് യേശുക്രിസ്തു നൽകിയ 2 ദൗത്യങ്ങളാണ് രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുകളെ ഒഴിപ്പിക്കുക. രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുകളെ ഒഴിപ്പിക്കുക. അതിനുള്ള അധികാരവും യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്ക് നൽകി. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം: അവൻ തൻ്റെ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അവൻ തൻ്റെ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പിശാചുകൾ ഒന്നല്ല, ഒരു വ്യൂഹം തന്നെയുണ്ട്. അനേകം പിശാചുകളുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം വചനത്തിൽ അപ്പോസ്തലന്മാർക്ക് യേശുക്രിസ്തു നൽകിയ വളരെ പ്രധാനപ്പെട്ട അധികാരമാണ്: നിങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അഴിച്ചുവിടാനുള്ള അധികാരം അപ്പോസ്തലന്മാർക്കുണ്ട്, വൈദികർക്കുണ്ട്, അപ്പോസ്തലിക സഭയിലെ ശുശ്രൂഷകർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് തൻ്റെ ഇഷ്ടം നിർവഹണത്തിന് വേണ്ടി ബന്ധിച്ചിട്ടിരിക്കുന്നവരെ അഴിച്ചുവിടാനുള്ള അധികാരമുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇന്നൊരു വ്യക്തി പൈശാചിക പീഡയിൽ തകരേണ്ട ആവശ്യമില്ല. ഇന്നൊരു വ്യക്തി പൈശാചിക പീഡയിൽ ദുഃഖത്തിലിരിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശുക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരെ എല്ലാ അധികാരങ്ങളോടും കൂടെയാണ് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 17-ാം വാക്യം വചനത്തിൽ പ്രകാരം നാം കാണുന്നു: 72 പേരും സന്തോഷത്തോടെ മടങ്ങി വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, പിശാചുകൾ പോലും നിന്റെ നാമത്തിൽ കീഴ്പ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു സന്തോഷത്തോടെ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. അപ്പസ്തോലിക ശുശ്രൂഷ നടക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു ദൈവദാസൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ആ ശുശ്രൂഷയോട് കൂടെ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കുന്നു. നിങ്ങളിന്ന് ഒരു ധ്യാനം കൂടെ ചെല്ലുമ്പോൾ, നിങ്ങളിന്ന് ഒരു കൂദാശ പരികർമ്മത്തിന് വേണ്ടി പോകുമ്പോൾ, നിങ്ങളിന്ന് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ, നിങ്ങളിന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഒരു അപ്പസ്തോലിക കൂട്ടായ്മയിൽ ഒരു ദൈവത്തിൻ്റെ ദാസൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു യാഥാർത്ഥ്യമുണ്ട്:
സാത്താൻ നിങ്ങളിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കും. അവൻ കൂട്ടത്തോടെ വിട്ടൊഴിഞ്ഞു പോകുന്ന ദൈവിക ഇടപെടലുകൾ ആ ശുശ്രൂഷ നിമിഷങ്ങളിൽ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഇപ്പോൾ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരിൽ നിന്ന് പൈശാചിക ശക്തികൾ കൂട്ടത്തോടെ ഓടിമറയുന്ന അനുഭവങ്ങൾ കർത്താവ് ഇപ്പോൾ ദൈവജനത്തിനായി നൽകും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 19-ാം വാക്യം, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഈ അധികാരം അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ ഉപയോഗിച്ചു. ഇന്നും അനേകം ദൈവദാസന്മാർ ഈ അധികാരം ഉപയോഗിച്ച് ജനത്തിൻ്റെ കെട്ടുകളഴിച്ച് അവരെ വിടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു പിശാചിൻ്റെ ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടി ഇവരുടെ പിന്നാലെ നടന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ഇവർ അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ഇവർ നിങ്ങളോട് രക്ഷയുടെ സുവിശേഷത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, ഇവരുടെ വാക്ക് നിങ്ങൾ കേൾക്കുവിൻ. ഇതിങ്ങനെ ഈ അടിമ പെൺകുട്ടിയിലൂടെ പൈശാചിക ആത്മാവ് ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരുന്നു. ഇത് പൗലോസിനെ അസഹ്യപ്പെടുത്തി. പൗലോസ് ഉടനെ അവളുടെ നേരെ തിരിഞ്ഞു. അവളിലേക്ക് തിരിഞ്ഞിട്ട് അവളുടെ ആത്മാവിനോട് പറഞ്ഞു, അവളെ വിട്ട് പുറത്തു പോകുക. തൽക്ഷണം ആ ആത്മാവ് അവളെ വിട്ട് പുറത്തു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോസ്തല പ്രവർത്തനത്തിൽ 16-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അവളെ വിട്ട് പുറത്തു പോകുക. തൽക്ഷണം അവളിലെ ആത്മാവ് അവളെ വിട്ട് ഇറങ്ങിപ്പോയി. ഇതാണ് അധികാരത്തിൻ്റെ ഉപയോഗം. ദൈവികമായ അധികാരമാണിത്. പിശാചിൻ്റെ മേലുള്ള അധികാരം ദൈവികമായ അധികാരമാണ്. ഈ അധികാരം ദൈവം തൻ്റെ ദാസന്മാർക്ക് പകർന്നു കൊടുത്തു. ദാസന്മാർ ഇത് ദൈവജനത്തിൻ്റെ കണ്ണുനീരകറ്റാൻ വേണ്ടി ഇന്നും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തു എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന സാഹചര്യമാകാം. ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ പൂജകളും ക്രിയകളും മന്ത്രവാദങ്ങളും ആഭിചാര പ്രവർത്തനങ്ങളും ചെയ്തതിൻ്റെ ഭാരം സഹിച്ച് കഷ്ടത സഹിച്ച് കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്ന ഒരു സാഹചര്യമാകാം. ഈ നിമിഷം നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, ഈ നിമിഷം യേശുക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളെ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ശുശ്രൂഷകളിലൂടെ ഞങ്ങൾക്ക് വിടുതൽ കിട്ടും എന്ന് ബോധ്യത്തോടെ യേശുവിനെ വിളിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ വിടുതലിൻ്റെ അഭിഷേകം കർത്താവ് നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 20-ാമത്തെ വാക്യം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പിതാവേ, ഇന്ന് ഈ കാലഘട്ടത്തിൽ കണ്ണുനീരിലിരിക്കുന്ന കുടുംബങ്ങളെ ഈ നിമിഷം തിരുസന്നിധിയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എത്രയോ കണ്ണുനീര്, എത്രയോ ദുഃഖം, എത്രയോ ഭാരം, ഒരു മനുഷ്യന് അസാധ്യമാകാൻ വിധം പൈശാചിക പിടകളാൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ അങ്ങയുടെ ശക്തി ഇടിമിന്നൽ പോലെ കടന്നു ചെല്ലട്ടെ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ ദൈവമക്കളെ തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ബന്ധിച്ചിട്ടിരിക്കുന്ന പിശാചിൻ്റെ കെട്ടുകൾ പൊട്ടി ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. പിശാചിൻ്റെ ചങ്ങലകൾ പൊട്ടി ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. പൈശാചിക കൊട്ടകളിൽ നിന്ന് ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. വൈരാഗ്യത്തിൻ്റെ, വെറുപ്പിൻ്റെ, നിരാശയുടെ, ആത്മഹത്യാ ചിന്തയുടെ, കുറ്റബോധത്തിൻ്റെ പലതരത്തിലുള്ള ദുഃഖപീഠകളുടെ ആ മേഖലകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദുരാത്മ വ്യൂഹങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ദുരാത്മാവെ വിട്ടുപോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവേ, ഓരോ കുടുംബങ്ങളിൽ സാമ്പത്തിക തകർച്ച, രോഗപീഠ, കുടുംബ തകർച്ച, കുടുംബ കലഹം, വൈരാഗ്യം, പലതരത്തിലുള്ള പ്രകൃതങ്ങൾ, ഈ മേഖലകളിൽ ദൈവമക്കൾക്ക് പീഡയുണ്ടാക്കുന്ന എല്ലാ അരൂപികളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ശാസിക്കുന്നു. ദുരാത്മാവേ, 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 പൈശാചിക പീഡകളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, വിട്ടൊഴിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യ രൂപനായ ദൈവത്തെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ആരാധിക്കാം. അവിടുന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ക്ഷീണങ്ങളും കുടുംബ പ്രശ്നങ്ങളും എല്ലാ തരത്തിലുള്ള രോഗപീഠകളും അവിടുത്തെ തിരുമുമ്പിലേക്ക് കൊണ്ടുവരാം. ഈ നിമിഷങ്ങളിൽ നാം അവിടുത്തെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ
അവിടുന്ന് കരുണയോടെ കരങ്ങൾ നീട്ടി നമ്മുടെ ഭവനങ്ങളെയും അനുഗ്രഹിക്കും. എല്ലാ ക്ഷീണങ്ങളും സമർപ്പിച്ച്, കടബാധ്യതകൾ സമർപ്പിച്ച്, പൈശാചിക പീഡകളുള്ളവർ പൈശാചിക പീഡകൾ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. യേശു ക്രിസ്തു സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ഇപ്പോൾ യേശുവിനെ വിളിക്കുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നാരകീയ സേനകൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. പൈശാചിക പീഡകൾ നിർവീര്യമാകട്ടെ. അന്ധകാര കോട്ടകൾ തകരട്ടെ. കർത്താവെ, എല്ലാ ഭാരങ്ങളും ക്ലേശങ്ങളും തടസ്സങ്ങളും തകർച്ചകളും വിട്ടുമാറിപ്പോകട്ടെ. യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ സൗഖ്യങ്ങളുണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ പിശാചിന്റെ കോട്ടകൾ തകരട്ടെ. യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ ശക്തിയാൽ എല്ലാ തരത്തിലുള്ള ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗശാന്തി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ഏലിയാമ്മ, ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. എവിടെന്നാ വരണേ? ഏറ്റുമാനൂർ. എൻ്റെ കൈയുടെ ഈ കുഴയ്ക്ക് ഒരു 3 വർഷം കൊണ്ട് വേദനയുണ്ടായിരുന്നു. അത് മടക്കുന്നതിനും തിരിക്കുന്നതിനും ഒക്കെ വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പം മുതൽ അത് അതുകൂടാതെ എനിക്ക് സ്തുതിപ്പിൻ്റെ സമയത്ത് കൂടുതലായിട്ട് കുത്തി ചുമയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഇപ്പോഴത്തെ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ സമയത്തെ അത് മാറി. ഈശോ അതെടുത്ത് കുത്തി ചുമയ്ക്കുന്ന അനുഭവം കുസ്തുതിപ്പിൻ്റെ സമയത്തുള്ളത് കർത്താവ് എടുത്ത് മാറ്റി. എൻ്റെ പേര് സാജു, തെക്കുംകാട്ടിൽ, കണ്ണൂർ ജില്ലയിൽ എടക്കോത്താണ് എൻ്റെ വീട്. 4 വർഷമായിട്ട് എനിക്ക് അൾസറിൻ്റെ അസുഖമായിരുന്നു. വയറിൻ്റെ വലത് സൈഡിൽ എപ്പോഴും പുകച്ചിലായിരുന്നു. മസാല അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുകയില്ലായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മരുന്നാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് മരുന്നായതുകൊണ്ട് വലിയ കുറവൊന്നും എനിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിഹിയോനിൽ ഞാൻ ധ്യാനത്തിന് വരുന്നത്. ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന സമയത്ത് അച്ഛനൊരു സന്ദേശം ലഭിച്ചു. സാജുവിൻ്റെ അൾസർ കർത്താവ് സുഖപ്പെടുത്തിയെന്ന്. ആ നിമിഷം മുതൽ എൻ്റെ അസുഖം വിട്ടുമാറി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ജോണി, പുൽപ്പള്ളിയിലാണ് താമസിക്കുന്ന അമരിക്കുനി. ഞാൻ പൊകോലി ഇവിടെ ധ്യാനത്തിന് വന്നായിരുന്നു. ധ്യാനത്തിന് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പുകവലിയായിരുന്നു എനിക്ക് കൂടുതലായിട്ടുള്ളത്. ഒരു ദിവസം ഞാൻ 35-40 സിസ്റ്റർ വരെ വലിക്കുമായിരുന്നു. അങ്ങനെ വലിച്ച് ഞാൻ സീർട്ട് വലിക്കാതിരിക്കാൻ വേണ്ടി അച്ഛനോട് പ്രാർത്ഥിച്ചു. ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 2ാമത്തെ ദിവസം ആരാധനയുടെ സമയത്ത് എനിക്ക് പുകവലിക്കാനുള്ള ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് മാറി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ സാക്ഷ്യം പറയാമെന്നുള്ളത് തോന്നി. എൻ്റെ കാലിനൊരു വേദന ഉണ്ടായിരുന്നു. നേരത്തെ കാലിന് ഉപ്പൂറ്റിക്ക് അടിയിലൊരു വേദന ഉണ്ടായിരുന്നു. ആ വേദന മാറിക്കഴിഞ്ഞപ്പം എനിക്കിവിടെ നിന്ന് സാക്ഷ്യം പറയാമെന്ന് തോന്നി. പക്ഷേ എനിക്ക് പറയാൻ തോന്നിയില്ല. കുറച്ച് കഴിയട്ടെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി സാക്ഷ്യം പറയാമെന്ന് ഓർത്ത് ഞാനിങ്ങനെ സാക്ഷ്യം പറയുകയായിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.